കൊല്ലം കുണ്ടറയിൽ മാരകായുധങ്ങളുമായി വീട്ടിൽ കയറി അക്രമം. 3 പേർക്ക് വെട്ടേറ്റു. വടിവാളുമായി അക്രമി സംഘം മിനിറ്റുകളോളം നാട്ടുകാരെ ഭയപ്പെടുത്തി. അക്രമത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. അരുൺരാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊല്ലത്ത്. അരുൺരാജ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി ലഭ്യമാകുന്ന വിവരങ്ങൾ? ഈ ദൃശ്യങ്ങളിൽ ഈ അക്രമി സംഘത്തെ കാണാം. പോലീസിന്റെ ഇടപെടൽ എങ്ങനെയാണ്? വിവരങ്ങൾ എന്താണ് അരുൺരാജ്? റിജിത്ത്, കൊല്ലം കുണ്ട്ര പെരുമ്പുഴയിൽ നവംബർ 9 രാത്രി 9 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. എന്തിനാണ് ഈ സംഘം ഇവിടേക്ക് എത്തുകയും ഈ 3 പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും 20-ലധികം വരുന്ന അക്രമി സംഘമാണ് ഇത്തരത്തിൽ അവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഈ സമീപവാസികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം, ഒരു നാടിനെ അപ്പാടെ ഭീതിയിലാക്കിക്കൊണ്ടാണ് ഈ ബൈക്കുകളിൽ ഈ സംഘം എത്തുന്നത്. തുടർന്ന് ഈ വടിവാളെന്തിയ ഈ 20-അംഗ സംഘം നാട്ടിലെമ്പാടും വലിയ ഭീതി തന്നെ സൃഷ്ടിച്ചു. ഒടുവിൽ ഈ 3 പേരെയാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ആലമ്മൂട് തൊടിയിൽ വീട്ടിൽ ജോണ്, അതുപോലെ തന്നെ പെരുമ്പുഴ ഈ സെറ്റിൽമെന്റ് കോളനിയിൽ ഗോപകുമാർ, അതുപോലെ അനു ഏലിയാസ് എന്നിവർക്കാണ് വെട്ടേറ്റത്. ഈ അക്രമത്തിന്റെ കാരണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ്. ഏതെങ്കിലും മുൻവൈരാഗ്യമാണോ അതോ മറ്റെന്തെങ്കിലും വിഷയമാണോ എന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. കുണ്ട്ര പോലീസ് ഈ പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 20-ലധികം വരുന്ന പ്രതികളാണ് ഇത്തരത്തിൽ ഇവിടേക്ക് പാഞ്ഞെടുക്കുകയും ഇത്തരത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഈ 3 പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെയാണ് ഈ അക്രമത്തിന്റെ ഒരു ഭീകര സ്വഭാവം മനസ്സിലാകുന്നത്. എന്തായാലും ഈ പെരുമ്പുഴയിലെ നാട്ടുകാർ ഇപ്പോഴും ഭീതിയിലാണ്. കാരണം ഈ 9 മണി എന്ന് പറയുന്ന അത്ര വലിയ സമയമൊന്നുമല്ല, കാരണം അർദ്ധരാത്രി ഒന്നുമല്ല. പൊതുജനങ്ങളടക്കം പുറത്തിറങ്ങി നടക്കുന്ന സമയത്താണ് ഈ ബൈക്കിലും പിന്നെ ഓട്ടോറിക്ഷയിലും എത്തിയ സംഘം ഇത്തരത്തിൽ നാടിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ അക്രമം നടത്തി തിരിച്ചുപോയത്. കാരണം ഇത് ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. ഈ വിവിധ ബൈക്കുകളിലായും ഓട്ടോകളിലുമായും ഒക്കെ എത്തി വലിയൊരു അക്രമി സംഘം വീട് കയറി ആക്രമണം നടത്തുക. എന്താണ് ഇതിന് കാരണം? എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ നേരത്തെ നിലനിന്നിരുന്നോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പോലീസിനുണ്ടോ അരുൺരാജ്? കുണ്ട്ര പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ട്. കാരണം ഈ വെട്ടേറ്റവരെ അടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇതിൽ മുൻവൈരാഗ്യമാണോ എന്ന ഒരു സംശയം പോലീസിനുള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഉറപ്പിക്കുന്ന തെളിവുകൾ പോലീസിന്റെ പക്കലേക്കില്ല. ഈ വന്നവരെ ഐഡന്റിഫൈ ചെയ്യാൻ ഇപ്പോൾ വെട്ടേറ്റവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇരു സംഘങ്ങളെയും അല്ലെങ്കിൽ ഈ ഇരു സംഘങ്ങളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നീ കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും. എന്തായാലും ഈ വെട്ടേറ്റവരുടെ കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തിയായിരിക്കും തുടരന്വേഷണത്തിലേക്ക് കടക്കുക. കുണ്ട്ര പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ വെല്ലുവിളിയാകുന്നത് തുടർച്ചയായി ഇത്തരത്തിൽ ഈ അക്രമി സംഘങ്ങൾ അഴിഞ്ഞാടുന്നൊരു മേഖലയായി കുണ്ട്ര മാറുന്നുണ്ട്. കുണ്ട്രയിലെ പോലീസിന് ഈ ക്രമസമാധാനം പൂർണ്ണമായും അവിടെ നടപ്പാക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും ഈ വാളെടുത്ത് ഈ മാരകായുധങ്ങളുമായി പോകുന്ന സംഘം അക്രമം തുടരുകയാണ് കാഴ്ച. ഈ സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായ നടപടി വേണം എന്ന് ഈ പോലീസ് മേധാവി, ജില്ലാ പോലീസ് മേധാവി അടക്കം നേരിട്ട് നിർദ്ദേശം നൽകിയിട്ടുള്ള പോലീസ് സ്റ്റേഷനാണ് കുണ്ട്ര. പക്ഷേ വീണ്ടും ഈ അക്രമങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഈ പ്രതികളെ ആരെയും തന്നെ ഇതുവരെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാണ് എന്നുള്ള വാദമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.